വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് തഞ്ചൈ പെരിയ കോവിലിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ക്ഷേത്രം ശിവന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയത്. ക്ഷേത്രത്തിനടുത്ത് ഈ ചേച്ചി പൂ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ഷേത്രത്തിന് 1000 വർഷത്തിനധികം പഴക്കമുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ഈ കാണുന്നത് ക്ഷേത്രത്തിലെ കവാടമാണ്. ഇങ്ങനെ 9 കവാടങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഇങ്ങനെ ചെരുപ്പൊക്കെ കവറിലാക്കിയിട്ട് വെക്കാനുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെ. അതിൽ ഞങ്ങൾ ചെരുപ്പ് വെച്ചു. പൂർണ്ണമായും തമിഴ് വാസ്തുവിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഈ ക്ഷേത്രം. എവിടെ നിന്നാലും നല്ല നല്ല ഫോട്ടോസ് കിട്ടുന്ന ഒത്തിരി ഫ്രെയിമുകൾ അവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിലെ നന്ദി സ്റ്റാച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ നന്ദി സ്റ്റാച്ചുകളിൽ ഒന്നാണ്. 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഈ സ്റ്റാച്ചു ഒറ്റക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. AD 1003 1010 ഇടയിൽ രാജരാജ ചോളൻ 1 നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. സിമന്റ് ഉപയോഗിക്കാതെയാണ് ഇത് നിർമ്മിച്ചത് എന്നും ഇതിന്റെ പ്രത്യേകതയാണ്. ഞങ്ങൾ 5 മണിയോട് കൂടിയാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ഞങ്ങൾ ഏകദേശം 4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. രാത്രിയാവുമ്പോൾ ഈ ക്ഷേത്രത്തിൽ ലൈറ്റ് കത്തിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആണ് അത് കാണാൻ. കുഞ്ഞാപ്പിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ കുറച്ച് ഫോറിനേഴ്സ് എടുത്തുവിട്ടു. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള കുറേ ടൈം ഞങ്ങൾക്ക് അവിടെ കിട്ടി. കണ്ടാലും മതി വരാത്ത ഒരു ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ തമിഴിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഈ വീഡിയോയില് ക്ഷേത്രത്തിന്റെ ഭംഗി മുഴുവനായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല. മസ്റ്റായും ലൈഫിൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ടെമ്പിളാണ് ഇത്. നമ്മൾ കഥകളിൽ കേട്ടിട്ടുള്ള ചോള രാജാക്കന്മാരുടെ ഒരു ലോകത്തിൽ പോയ പോലെയായിരുന്നു ഇത്.
ഈ ക്ഷേത്രത്തിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സൈറ്റഡ് ആയപ്പോൾ യൂട്യൂബിൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യായിരുന്നു ഞാൻ. ഈ ക്ഷേത്രത്തിനെ പറ്റി അറിയും തോറും ഇൻട്രസ്റ്റ് കൂടുന്നതായിട്ട് എനിക്ക് തോന്നി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ തഞ്ചാവൂർ ബൊമ്മ കട കണ്ടു. അവിടെ നിന്ന് ഓരോ ബൊമ്മയും ഞങ്ങൾ മേടിച്ചു. റൂമിലോട്ട് വരുമ്പോൾ ഞങ്ങൾ മധുരൈ ജിഗർതണ്ടയുടെ ഒരു കട കണ്ടു. ഞങ്ങൾ എല്ലാവരും ജിഗർതണ്ടയുടെ വലിയ ഫാൻസ് ആണ്. ഈ സംഭവം വെച്ചിട്ടാണ് ജിഗർതണ്ട ഉണ്ടാക്കുന്നത്. ഇത് ബദാം ജെല്ലി ആണെന്നാണ് ആ കടക്കാരൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ജിഗർതണ്ട കഴിച്ചിട്ട് റൂമിലോട്ട് പോയി. ബായ്.